എവിടാ നിന്റെ ആശാൻ? അണ്ണാ സർട്ടിഫിക്കറ്റ് റെഡിയായാ? അണ്ണോയ് വൈസ് ചാൻസലർ ഒപ്പിടാൻ പോണേ ഉള്ളൂ. ഇതെന്താണിത്? പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി. ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ. ഇന്ന് കണിയേണ്ടവൻ എന്നും കാണണേ. അണ്ണാ ആ ഒരു 500 രൂപ. ഇന്നലെ അല്ലടാ നീ ഒരു 100 രൂപ ചോദിച്ചത്? എന്നിട്ട് തന്നില്ലല്ലോ. ചോദിക്കുമ്പോ തരാം. ഞാൻ എന്താ നോട്ട് അടിക്കണ മെഷീനാ? നീ ഒരു ചായ അടിച്ച് നല്ല വൃത്തിയിലടിക്കട്ടാ. തുപ്പിട്ട് തരും ഞാൻ. തുപ്പിട്ടല്ല, കപ്പിലിട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഹലോ. നരൻ. ആ സ്പീക്കിംഗ്. ഞാൻ പ്രശാന്ത. പ്രശാന്ത? ഏത് പ്രശാന്ത്? അഞ്ജലിയുടെ ഫ്രണ്ട്. ആ അഞ്ജലിയുടെ ഫ്രണ്ടാ? ആ യാ, ഞാൻ ഓർക്കുന്നു. ടെൽ മീ. ഞങ്ങളൊന്ന് അങ്ങോട്ട് വന്നോട്ടെ? അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്ക. അല്ലല്ല, ഞാൻ 2 മണി വരെ ബിസിയാണ്. ഓക്കെ, അതെ ആണോ? അല്ലല്ല, ഓക്കെ ശരി. എടാ എന്റെപ്പാ, ആ അഞ്ജലിയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അണ്ണന് വേറെ പണിയൊന്നുമില്ല. കുറെ നാളല്ല വാണാല് പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പോവാൻ പറയണ. അഞ്ജലി അവളുടെ ഉടുക്കത്തൊരു ജാടെ. അണ്ണൻ വിചാരിച്ചതല്ല ബെസ്റ്റാം ക്ലാസ് പെമ്പിളേരെ കിട്ടും നാട്ടില്. എന്റെ പുറകെ തന്നെ എത്തണം. അത് കിട്ടും, പക്ഷെ അഞ്ജലി കിട്ടില്ലല്ലോ. അവൾ എന്റെയാടാ. എത്രയോ ജന്മങ്ങളായിട്ട് അവൾ എന്റേതായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചെയ്തോട്. എടാ, കള്ള സർട്ടിഫിക്കറ്റും വ്യാജസീലും ഉണ്ടാക്കാനല്ല അവർ വരുന്നത്. പിന്നെ എന്തോ റെക്കമെൻഡേഷനാ. ഞാൻ ഇതിന്റെ മേളിലുള്ള ഒമേഗ കൺസൾട്ടൻസിയുടെ മാനേജർ ഒന്ന് പറയുകയും ചെയ്തു. അത്രയുള്ള ചുമ ഫേസ് ചെയ്യണ്ട. മൊട്ടണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ത്? അല്ല, മൊട്ടത്തിലെ മാനേജർ എണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ന് പൊക്കുന്നു പൊക്കല്ലേ? പിന്നെ എടാ, എന്താ എന്റെ പേര്? അല്ലടാ, അഞ്ജലിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പേരെന്താ? നരേന്ദ്രൻ എന്നാണോ നരൻ എന്നാണോ? ഒന്ന് വേഗം നോക്കണം. അഞ്ജലി നരൻ. ആ ഓക്കെ, നീ ചായ കുടിച്ചു? ആണ് ചായ കുടിക്കണ്ടേ? ആ കുടിച്ചോടാ, മാസിലങ്ങോട്ട് പോകട്ടെ. വെറുതെ തുപ്പുണ്ടായിരുന്നു. ചേട്ടാ അവിടെ ചായ അല്ലേ? മാറുന്ന പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് സീറ്റ് മാറില്ല. ഇല്ല, മാറണ്ട. എന്താ തനി കാണിക്കണേ? ഞാൻ 3-4 ദിവസം കഷ്ടപ്പെട്ട് ഡൽഹിക്കാക്കാൻ ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടായത്. ഓക്കെ, എന്താ ഇതിന്റെ കളറ്? ചുമല. ഓ ചുമല്ല. കോട്ട് സൂട്ട് ഇട്ടിരുന്നിട്ട് ചുമല്ല. അപ്പൊ ഇതിന്റെ കളറോ? അത് വെള്ള. അപ്പൊ ഇതോ? നീല. ചുമല കണ്ട പച്ച, പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജില്ലേ? സാർ ഇങ്ങോട്ട് മാറും മൊട്ട സാർ? ഇല്ല. അപ്പൊ ഞാനെന്നാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാം. എന്ത് സത്യം? അല്ല, സാറിന് പച്ച മഞ്ഞ നീലം തിരിച്ചറിയുന്നില്ല എന്നുള്ള സത്യം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള സാറിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വ്യാജമാണെന്നുള്ള സത്യം. അതുണ്ടാക്കി തന്നെ ഞാനാണെന്നുള്ള സത്യം. ചതി, വഞ്ചന, വ്യാജരേഖ, കോടതി, അതിന് പുറകെ കോമ്പൻസേഷൻ, ഇരുമ്പഴി, ഗോതമ്പുട്ട, അങ്ങനെ സത്യം പറ. നിനക്കെന്താ വേണ്ടത്? മനസ്സിലാവണ ഭാഷ പറ. സത്യ വായ മൂക്ക് പൊത്തി പിടിച്ചിട്ട് മനസ്സിലാവേണ്ട ഭാഷയിൽ പറയും സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശരി, എന്താ വേണ്ടത് നീ പറ. സാറിന്റെ ഈ കോട്ടും ടൈയും മാനേജറായിട്ട് കറങ്ങും നീ കസേര. ഓക്കെ. ഹലോ, നിന്റെ ആൾക്കാരാ? വരാൻ പറയൂ. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി. ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. Yes, come in. No more explanation. Don't ever come in front of me with such lame excuses. You understand? Please. You are supposed to finish this job before the deadline. If we are not succeeding in it, you will not enter the premises of this office. Did you get me? Hey man, did you get me? Yes sir. Hey yes sir. What sir? You bullshit. Your grandpa's manga will go to hell. I am the boss of this office. What are you doing, man? You get lost. Oh God, this man is making me crazy, you know. Oh sorry guys, വീട്ടിലെ കറവക്കാരന്റെ മോന് ജോലി കൊടുത്തതാണ്. എന്ത് ചെയ്യാൻ? Now he's making me mad, guys. Oh my God. Sorry. Then tell me, what can I do for you? എന്താ സർ കോട്ടുണ്ടായി ഒരു കോറിഡോറിൽ നിൽക്കുന്നത്? അകത്ത് ഭയങ്കര ചൂട്. പിന്നെ സുനിതയ്ക്ക് ഓറഞ്ച് ചുരിദാർ നന്നായിട്ട് ചേരുന്നു. സത്യം. ഇനി പച്ചയായിരിക്കും. ലക്ഷ്മി, the actual problem is ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കാത്ത ഒരു കമ്പനിയാണ് ഈ ബാനർജി അസോസിയേറ്റ്സ്. നരന്റെ കൺസൾട്ടൻസിക്ക് അവരുമായി നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് വെൽ, ഞാൻ പ്രഷറൈസ് ചെയ്താൽ ഒരു പക്ഷെ പ്രശാന്തിനെ കമ്പനി ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. ബട്ട് വൈ ഷുഡ് ഐ റെക്കമെൻഡ് യു? എനിക്ക് പ്രശാന്തിനെ ശരിക്കും അറിയ പോലും ഇല്ല. ഞങ്ങൾ അഞ്ജലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണ്. ബട്ട് അഞ്ജലിനോടൊന്നും വിളിച്ച് പറഞ്ഞില്ല. അത് അവൾക്ക് ചെറിയൊരു യു മീൻ ചമ്മൽ? ഫോർ വാട്ട്? സി, ഞാൻ ബേസിക്കലി ധനികനാണെങ്കിലും ഒരു സാധാരണക്കാരനാണ്. സാർ ടീ? യാ പ്ലീസ്, ദിസ് ബോയ് ഈസ് ഓൾസോ മൈ ഫ്രണ്ട്. സാറിന്റെ നല്ല മനസ്സുകൊണ്ട് അമ്മൂടെ ചെവി ഓപ്പറേഷൻ നന്നായിട്ട് നടന്നട്ടെ സാറേ. സാറാണ് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത്. ചാരിറ്റി ഈസ് അവർ ഡ്യൂട്ടി, യു നോ. ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാട്ടെ സാറേ. അല്ല, ഓപ്പറേഷൻ ചെവിക്കായിരുന്നില്ലേ?
ചെവി ഉണ്ടെങ്കിലല്ലേ കണ്ണട വെക്കാൻ പറ്റൂ. ലൈക്ക് യു. ദാറ്റ്സ് നൈസ്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ലിവ് ഇറ്റ്. സാറേ ഇന്നായിരുന്നു ഡിസ്ചാർജ്. ഓ, ഒരു 1000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഡിസ്ചാർജിനെ. 1000. ഓഫ് കോഴ്സ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. I'll give you the money. You know, because of too much money for Karunya. $1,000. അല്ലാണ്ടപ്പാ സെയിം 1000 കൊണ്ട് നിനക്ക് എന്താവാനാ? ക്യാഷ്യറോട് 25,000 വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ. ബാക്കി നിന്റെ അമ്മൂമ്മയ്ക്ക് മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കൂ. എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ള. താങ്ക് യു സാർ. ഓ, ഞാൻ പ്രാർത്ഥിക്കാട്ടാ. താങ്ക് യു poor neighbor boy. Oh God, sorry friends. എന്തായാലും അഞ്ജലിയോടെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയൂ. Let me see what can I do for you. Okay? Thanks a lot. ഇതെങ്ങോട്ടേ പോന്നെ? ഒരു ഡ്രൈവർ വെക്കാൻ പറഞ്ഞ കേൾക്കും. അതങ്ങനെ ഒരുത്തരം വിശ്വാസമല്ലേ? വിശ്വാസം ഇല്ലാത്തത് അവന്മാരല്ലടി. ഓ, പിടിക്കണ്ടടി. വർക്കിച്ചായോ? ദൈവാനുഗ്രഹം കാര്യമായിട്ടൊന്നും പറ്റില്ലല്ല. ഓടവില്ല. വർക്കിച്ചായ എന്റെ പറമ്പിലങ്ങനെ കാലുകുത്തിയ അടിച്ച നിന്റെ മോന്തട ഷേപ്പ് ചെയ്യാൻ പറ്റുമ്പോലെ. ഷേപ്പ് ഇങ്ങനെ ഇരിക്കണത് ഈ സൈഡിൽ അടിച്ചു. അപ്പൊ കറക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടും. എവിടുന്ന് വന്ന മനുഷ്യനാണത്? എന്നാ കാണാൻ നിൽക്കുവാടി? വന്ന് കഞ്ഞിയും കടലയും കൂടെ ജ്യൂസ് അടിക്കടി. നിന്നെ ഇനി പുറത്തിറക്കൂലടാ ഞാൻ. ഇനിയിപ്പൊ തോടെ ഉള്ളു മാർഗം. പാമ്പിനെ ഓടിക്കാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇത് ഏക്കൂലോ അല്ലേ? പിന്നെ കാലയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചാൽ മതി, ഏത് പാമ്പും പോകും. അപ്പോഴും പോയില്ലെങ്കിൽ ഒന്നുകൂടെ ഓടിക്കണം. ആ, എന്നിട്ടും പോയില്ലെങ്കിൽ ചേട്ടൻ അവിടെ വരെ ഒന്ന് വരണം കേട്ടോ. ഞാനെന്തിനാണോ വന്നത്? അല്ല, ഈ നീണ്ട താടിയും മുടിയൊക്കെ കഴിച്ചിട്ട് ചേട്ടന്റെ കോലം കാണുമ്പോ പാപ്പ എങ്ങനെയെങ്കിലും ഓടിപ്പൊക്കോളും. എനിക്കിത് വേണം. വേണം. എന്നാ കാശ് ഇങ്ങോട്ട് ഇട്. രാമുവേ, ഞങ്ങള് പിച്ച ചോദിച്ചു വന്നതല്ല, പിരിവ് ചോദിച്ചു വന്നാ. ഇവൻ അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവിടെ മറ്റേ സംഭവം നടക്കാൻ പോകില്ലേ? അമ്പതാമസിയല്ലേ? അതിന്റെ മറ്റേ സ്പെഷ്യൽ പരിപാടി. മോനെ പോരാടാ. തെക്ക് മാറി നിൽക്കാം. ഇത് തോന്നുമ്പോ മറ്റേ കാര്യം ഒന്നും മിണ്ടരുത്. ഒന്നും ഒഫീഷ്യലല്ല, പേഴ്സണല്ല. നമ്മൾ വളഞ്ഞ വഴിയിലൂടെ അത് ഒഫീഷ്യലാക്കി മാറ്റും. ഓ, താൻ പ്രസിഡന്റ് ആയ പോലെ. ആരാടാ ഇതിന്റെ പിന്നിലെ? കണ്ടു തോന്നണു. ചോദിച്ചല്ലേ? സത്യം പറഞ്ഞോ? ആരാ ഇതിന്റെ പിന്നിലെ? ഞാനാ, സത്യനാ. അപ്പൊ ഇതിന്റെ പിന്നിൽ നീയാണല്ലേ? അയ്യോ, ഇതിന്റെ പിന്നിലല്ല, ഞാൻ ഇതിന്റെ പിന്നിലാ. അപ്പൊ ചെറിയ പൂ വെച്ച പോരാഞ്ഞ് പിന്നിലെന്നാ വാലാണോ വെക്കുന്നത്? പൂവാലാ പിടിക്കണോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. തന്റെ പട്ടിണി ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞ് മാറ്റുന്നുണ്ട്. തൽക്കാലം ഈ വയറ് നൊട്ടിക്ക്. പോയി വയറ് കൊടുക്കണം. ഫയർ മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണ് ഇപ്പൊ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താൻ ഫോണിൽ വിളിച്ച് സംസാരിക്കണത്? ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് ഓ, വിളിച്ചത്. എന്താ കാര്യം? എന്താ? ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ, എന്തെങ്കിലും കാണാണ്ട് അല്ല, പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി, എന്റെ പേരെഴുതിയ ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് ഒരു വകതിരിവില്ലാത്ത മലയാളി. ഏതോ സ്വപ്നം പോൽ മഴവിൽ തിരി നീട്ടിയ പോലെ ആരോ ആരോ നീ. ഓഹോ,
Come on. Go. Run. 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 Go. Go fast. Come on. You can do it. Go. Give it the leg. Come on. Jaldi. Come. Come. Catch. Catch. Come on. Hey. You can do it. Come. 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 Fast. Fast. Yeah. Okay. ഞാനെവിടെയാ? സോറി. മലയാളിയാ? മലയാളിയാണല്ലേ? ആ, അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറി അല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. എവിടെ? നോക്കടാ എന്തൊക്കെയായിരുന്നു ഇവിടെ. കമോൺ കമോൺ എവരിബഡി കം ഫാസ്റ്റ് കംഫർട്ട് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ റോട്ടിൽ കൂടി പോണ പെമ്പിള്ളേരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കടാ. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്തേക്ക് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. ആ, മലയാളി അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം. ജസ്റ്റ് ഫോർ എ ടൈം പാസ്. കിട്ടാ? പറയരുത് പ്ലീസ്, പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയെടുത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത് പ്ലീസ് പ്ലീസ് പറയരുത്, പറയരുത്. आपको मालूम है कौन से खींचा? मुझे पता नहीं, मगर एक आदमी इधर से भाग के चला गया. साले चल. എന്തേടോ? എന്നെ വരയ്ക്കാൻ എന്റെ ദൈവം, ഇതെന്തേ വരച്ചു വെച്ചേക്കണത്? കറക്റ്റ് ആണിത്. ആ കൈ എങ്ങനെ പിടിച്ചത്? കറക്റ്റ് കറക്റ്റ് അങ്ങനെ തന്നെയാണ്. അതെടുക്കരുത്, അത് ഞാനാണ്. അല്ല, ഞാനല്ല. കറക്റ്റ് ആണ്, താൻ തന്നെയാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സീറ്റിലിരിക്കുന്ന സുന്ദരിയായ യുവതി ഇയാളെ നോക്കി വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്? ദേഖോ ദേഖോ, യേ ഉസ്കാ ചഹര ഹൈ. ബന്ദർ ഹൈ ബന്ദർ. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, അതേ ചുണ്ട്. കുട്ടി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മുഖം അങ്ങനെ തന്നെ ഒപ്പി വെച്ചേക്കണത്. ഒളിച്ചിൻ ചെയ്ത് വെച്ച പാല് പോലും കണ്ടുപിടിച്ചില്ലേ? കൺഗ്രാറ്റുലേഷൻ. തരില്ല? ഓക്കെ. അയ്യോ, വേണമെങ്കിൽ പോവാണ. അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂ. അയാള് പറയുന്ന കേട്ട് വിഷമായോ? കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫൂളായിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി ജന്മന ഫൂളാണെന്ന്.
സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യു ആർ റിയലി സ്മാർട്ട്. പക്ഷേ ഒരു സംശയം, ആ, എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ചാ കൊരങ്ങിനെ പോലെയല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടോ? അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ആ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും. എങ്കിൽ ഞാൻ രാമു എന്ന് വിളിക്കാം. എത്ര പെട്ടെന്നാ നമ്മൾ തമ്മിൽ അടുത്തത്. എന്റെ കൃഷ്ണ. കൃഷ്ണന്നോ? ഇയാൾക്ക് എന്റെ പേരറിയോ? ഞാനും ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് കൃഷ്ണ എന്നാ. മുഴുവൻ പേര് കൃഷ്ണേന്ദു. കൂടുതൽ അടുപ്പമുള്ളവര് കൃഷ്ണ എന്ന് വിളിക്കും. എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് വിളിക്കും. ഷോർ. ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നുന്നു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ? ആ, അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക. എന്റെ അമ്മേ. മാഡം, ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഓക്കെ, ഞാൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാ വർമ്മ സാറായിട്ട് ഞാൻ അർജന്റ് മീറ്റിംഗിലാന്ന് പറ. ബാക്കിയല്ല ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ. എന്തിനാ ഇതിനകത്ത് കയറിയത്? മാഡം, 1 സെക്കൻഡ്, ഞാനൊന്ന് സംസാരിച്ചിട്ട്. താങ്ക് യു. ഹലോ, എന്തായടാ? അണ്ണാ, അതേ ചേച്ചിയെ പൊക്കി അല്ല പിക്കി. അണ്ണാ, ചേച്ചി എടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? എടാ, ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ? കാനഡ? എടാ, ഫാം. അയ്യോ അണ്ണാ, ഡ്രൈവറിന്റെ പതുക്കെ ഓണടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ലണ്ടാ. എടാ, ഫാം ഹൗസടാ. എടാ, ഫാദറിന്റെ എഫ്. കാതറിന്റെ വൈഫാ? കാതറല്ലടാ, കൂതറെ. ഫാദറിന്റെ വേണ്ട. എടാ, ഫ്രീസറിന്റെ എഫ്. ബ്രേസിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ, എടാ, ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ, ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ, ചിയേഴ്സ്. എടാ, ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്നും ഇങ്ങോട്ട് നോക്കി, ഞാൻ എഴുതി കാണിക്കണ്ട. എഫ് ഒരു ഓ, ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നു. എടാ, നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോ? ഏട്ടാ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അണ്ണ അവിടെ ഭയങ്കര ചിരിങ്ങളേക്കാണ്. ചേച്ചി അതിന് സന്തോഷം ഉണ്ടാ. എന്റെ അമ്മേ, ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ, ഹലോ അണ്ണാ. അയ്യോ, ചോദിച്ചിട്ട് കിട്ടില്ലല്ലോ. യെസ് മാഡം. വരണ്ടാന്ന് പറഞ്ഞ് കേട്ട് കാണാവോ? അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞ തോന്നണല്ലേ അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? തല്ലിപ്പൊളിയാവോ? എന്താ കാര്യം പറ. ഒരു കെയർ ടേക്കർ നിലയിൽ എനിക്ക് എല്ലാ കാര്യം പോയി. എനിക്കറിയാം എന്താ ചെയ്യുന്നത്. എല്ലാത്തിനകത്തും കയറി തലയിട. അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ ഇരിക്കും. ഇവിടെ ഒരു ഫാമിലി ഉള്ളതാണ്. എവിടെയാണ്? അവിടെ മേലെ. ആരാണ് പോയിട്ടാ? എന്താണ് മേളിന്ന് ശബ്ദമെങ്കിൽ മരപ്പെട്ടിയായിരിക്കും. മരപ്പെട്ടിയോ? ഈ മരപ്പെട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മരപ്പെട്ടി എങ്ങനെ ഇരിക്കണമെന്നറിയാവോ? അതിന് ഇഷ്ടമുള്ള പോലെ ഇരിക്കും. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഏത് പൊസിഷനിലാന്ന് എങ്ങനെ പറയാ? ഞാൻ ഫോൺ തന്നേ.
എന്റെ ഫോണിന് വലിയ ഒന്നുമില്ല ഏട്ടാ. എറിയാനല്ല. അല്ലേ? കിട്ടിയോ? ആരും പേടിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികള്. അമ്മമാരെ പറ്റിയാ ഡെക്റ്റ് വഴി കയറിയതായിരിക്കും. അത് ആ വഴി തന്നെ പൊക്കോളും പവി. പോവേ, അവിടെ ഇരുന്ന് പെറ്റ് പെരുകും. ഒറ്റയ്ക്കോ? ഇപ്പൊ ഒറ്റയ്ക്ക്, പിന്നെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ പെറ്റ് പെരുക, പിന്നെ എന്നെ കുറ്റം പറയാം. പെറ്റ് വരുന്ന ഇപ്പൊ ചേട്ടനെ ഇപ്പൊ ആർക്കും. നീ പോയിട്ട് ലാട്ടർ എടുത്തിട്ടൊന്നും. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരി. പവി, വൈകിട്ട് കുറെ ഗസ്റ്റ് വരുന്നതാ. ഗസ്റ്റ് ഒക്കെ വരാനുണ്ടായിട്ടാണോ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്? പാർട്ടിയുടെ ഇടയ്ക്ക് അതങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നാ പാർട്ടി കൊളായില്ലേ? വെറുതെ റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. പവിട്ടാ, ലാഡർ വന്നു. പവി, ബി കെയർഫുൾ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വരും. ഇനി അവിടെ ചെന്ന് അതിനെ ഉപദേശിച്ച് അത് നാണം കെട്ട് താനെ അവിടെ ഇറങ്ങിപ്പോകും. അത് ശരിയാ. അത് തന്നെയാണല്ലോ എല്ലായിടത്തും. കിളിച്ചോണ്ട് കണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. വടിങ്ങന്നെ നീ വേറെ വടിയെടുത്തേ. താഴെ വീണ അപ്പ അടിച്ചോളണം. ഞാനോ? ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. കിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പുറത്തുനിന്നു. ഈ പൊസിഷനിലായിരുന്നല്ലോ കണ്ടത്. എന്നാലും ഇതവിടെ പോയി. ഇത് ഞാനാണോ? അടിക്കാനുള്ള ടെൻഷന്റെ പുറത്ത് താഴേക്ക് വന്ന ആരാന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒന്നോട്ടാ, നീ മൈപ്പിയിൽ കൊണ്ടല്ലടാ തലോടി. ശരി, നീ വയലർച്ച അവിടെ ഇവിടെ അല്ല. അയ്യോ, എന്റെ ഫ്രൂട്ട് സാലഡ്. എന്റെ പാത്രങ്ങൾ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ നശിപ്പിക്കരുത്. വീട്ടില്ലടാ നിന്നെ ഞാൻ. ഇതെന്താണ്? ഇറങ്ങി വേണം മലപ്പട്ടി കൊണ്ടോട് ഞാൻ. വേണ്ട കളിക്കരുത്. ഞാൻ ആദ്യമായിട്ടോ ഈ കുണ്ടിങ്ങിണ്ട് കേക്ക് മുറിക്കണ കാണുന്നേ. ഹാപ്പി ബർത്ത്ഡേ.
എന്നോടാ കളി. നീ തീർന്നടാ, തീർന്ന്. ആ. ശ്ശോ, നശിപ്പിച്ചല്ല. ശ്ശേ, എത്ര കഷ്ടപ്പെട്ട് കൈ കിട്ടിയതാ. ഹൂ, ഇനി എങ്ങനെയാണ്? പാവിയേട്ടാ നിങ്ങൾ പൊളിച്ച്. ഇതൊക്കെ എത്ര അയ്യോ നമ്മുടെ കിച്ചൺ മൊത്തം കളർഫുൾ ആക്കിയിട്ടാ. സീ റിസ്ക് എടുത്തതിന്റെ സക്സസ് കണ്ടില്ലേ? ഇനി ഗസ്റ്റുകൾ വന്നോട്ടെ. പിന്നെ എന്റെ 3 മാസത്തെ ശമ്പളം ഞാൻ ഇവിടെ തരും. അതും ഗഡുക്കളായി 5 8 10 തവണയ്ക്കായിട്ട്. ബട്ട് അസോസിയേഷനെ കംപ്ലൈന്റ് ചെയ്യരുത്. ഓക്കെ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മരപ്പെട്ടി പോയി മക്കളെ. Come on, let's celebrate the success. പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് സമ്മതിച്ചു. ഹായ് അഞ്ജലി. യാ ഫൈൻ ഫൈൻ. യാ അവർ വന്നിരുന്നു. ഈ ബാനർജി അസോസിയേഷന്റെ ഉടമ സുനിൽ ഷെഡ്ഡി, അല്ല സുനിൽ ബാനർജി എൻ്റെ ഒരു ഫ്രണ്ടാണ്. നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോ കുറച്ച് ലൂസാ. നോ 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 ഞാൻ പിഴിഞ്ഞെടുക്കും. ഐ മീൻ ശരിയാക്കി എടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പുള്ളി കേൾക്കാതെ ഞങ്ങൾ വിളിക്കുന്നതേ അകത്തളത്തിൽ ആശ എന്നാണ്. അത് അഞ്ജലി ഫോണിൽ കൂടി പറഞ്ഞ അഞ്ജലിക്ക് മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. റൈറ്റ് നൗ ഐ എം സോ ബിസി. അലക്കി തീർന്നിട്ടില്ല. അപ്പോൾ സോറി, ഞാൻ അലക്ക് കമ്പനിയായിട്ടുള്ള ഒരു ബിസിനസ് ഡീൽ, ഐ മീൻ ഡിറ്റർജന്റ് കമ്പനിയായിട്ടുള്ള ബിസിനസ് ഡീലില്. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ നേരിട്ട് കാണുന്നു. ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോളൂ. ലെറ്റ്സ് എൻജോയ്. ഓക്കെ? എടാ എന്റെ പാ, ഇതെന്താ? ഇത് തന്നെയാണോ ഏത് സമയത്തും ടൈം പാസ്? എടാ ഇത് നോക്കിയേ. ഇതിനകത്തെ വലിയ വലിയ പുളികണ്ടന്മാരുടെ ഫോട്ടോസാ. അയ്യേ, ഇതാണ് ഞാൻ വെച്ച് മറ്റേ പുസ്തകം. ഏത് നേരത്താടാ നിന്നേക്കാം? എടാ പാവപ്പെട്ടവരുടെടാ വർഷാവർഷം 10 20,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യണം. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നുന്നു. ഒരു മിനിറ്റ് ഇപ്പൊ എടാ ഒന്ന് വന്നടാ. ഈ ബോൾ ഒന്ന് പിടിച്ചാ. സോറി, ഈ ബാറ്റ് ഒന്ന് പിടിച്ചു. ആഹാ, ഇതിൽ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ MD സുനിൽ ബാനർജി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇത് ഏത് വിശേഷാണത്? ഇത് പറയൂ, ആരാ ഇത്? ആനന്ദ് വർമ്മ. ആനന്ദ് വർമ്മ. യു നോ ഹിം? ആരാത്? ശരിക്കും ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? ഫാഷൻ ഫീൽഡുമായിട്ട് അസോസിയേറ്റഡ് ആർക്കാണ് ആനന്ദ് വർമ്മ അറിയാത്തത്? You said it, Angel. Exactly. ഫാഷൻ വേൾഡിന്റെ കിങ്ങും ക്വീനും അല്ലേ വർമ്മ സാറും വൈഫ് ദേവിക വർമ്മയും? Oh my God, you know everything about him. King and Queen. Exactly. നേരിട്ടറിയോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. Oh God. ഒരിക്കലും ഇവള് വർമ്മ ഡിസൈൻസ് കണ്ടക്ട് ചെയ്ത റാം സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാ. Really? Unfortunately, she didn't do well. അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് IT ഫീൽഡിലേക്ക് മാറിയത്. ഓ മനോഹർ. അഞ്ജു 5 മിനിറ്റ്. Hey man, are you alive? എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ ഉച്ചക്ക് ചോറിനെന്തറാ? ചാളക്കറി? No way. It's impossible. Do what I say, man. Okay, see you soon. Bye. Nice. Yeah. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? Oh,
അതൊക്കെ കണ്ടുവല്ലേ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന ദേ ഫീൽ ഇൻസൾട്ട് അല്ലേ. ഫോട്ടോസ് ഇതും അങ്ങനെ എടുത്തതാണോ? യെസ്. Oh my goodness. Oh my god. മാഡം തുസൈഡ്സ് വാക്സ് മ്യൂസിയം, ലണ്ടൻ. കേട്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഗാന്ധിജിയുടെ മെഴുക് പ്രതിമയാണ്. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. ലീവ് ഇറ്റ്. നമുക്ക് പ്രശാന്തന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തിന് നാളെ ഇന്റർവ്യൂ? അതെ. ഓക്കെ. നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ദാ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും ഇതെന്തിനാ ധരിച്ചെന്ന്. അപ്പൊ പ്രശാന്ത് പറയണം എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. ഓക്കെ, പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ്. യെസ്, ഇറ്റ്സ് ഓക്കെ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി അണ്ണാ, ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 അടിച്ചു മാറ്റിയത്. അതല്ലടാ പോർക്കെ. പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മേ കുർമ്മേ എന്താ ഡിസൈൻ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ചെയ്യൂല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ അമ്മേ. നാരിയൽ കാ പാനി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ഭായ് സാബ്, ഏക് നാരിയൽ പാനി. നേ സ്ട്രോ നേ ചായേ. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം? നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ. പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. ആ കിത്തനെ? 30 रुपए. 30 रुपया डिस्काउंट नहीं है? नहीं डिस्काउंट नहीं है. हाँ, ये केरल का नारियल पानी है? ये पोल्लाची का है. पोल्लाची का? ബാക്കി പൈസ ദേ ദോ നാ. മലയാളീസിനെ മണ്ടന്മാരാക്കണ്ട. ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? क्या आदमी है साला? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 രൂപ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കലേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. നോ ടെൻഷൻ, സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആന എടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? ഓടോ. ഞാൻ പോയിട്ട് കാര്യമില്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു വലിച്ചു കുടിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളുന്നു. ഓരോരുത്തരും പകർച്ചവ്യാധിയും വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ മാവന്റെ വയറ് തള്ളി തന്നെ. അയ്യോ കുട്ടി, പെട്ടെന്ന് പെൻസിൽ പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമാൻ മലയും ചുമന്നിട്ട് കൂടെ ഫിഗറാ.
ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ഇപ്പൊ ശരിയാക്കി തരാം. എന്നാൽ ഇത് എവിടെന്ന്? നാരിയൽ പാനി. ഇതെങ്ങനെ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. മുട്ടണ്ട, തുറക്കില്ല. അതല്ല, എന്തോ ഒരു സാധനം നേരെ വന്ന് എന്റെ തലയിലിടിച്ച്. നേരെ ചൊവ്വേന്ന് മംഗൾയാൻ വന്നിടിച്ചതായി. അതൊന്നും അല്ല. ഈ കുടിക്കൂ. താങ്ക് യു. ഞാനിത് വലിച്ച് കീറട്ടെ? വേണ്ട, ട്രെയിൻ പാവോ. എന്നാലും വേണ്ടെന്ന്. എന്നാ തന്നെ വലിച്ച് കീറട്ടെ? അയ്യോ, അതൊട്ടും വേണ്ട. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ സത്യനാരായണനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ദൈവമേ കാത്തോളണേ. പ്രിയമുള്ളവർ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതിസമർത്ഥരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു പി സത്യനാരായണൻ. സത്യൻ വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസമാണ്. സത്യൻ ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. ഉന്നാരം മോനും ചുമന്നോട്ട് പോടോ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ. എന്റെ അമ്മയാണ് സത്യനെ കള്ളനല്ല മാഷേ. എന്താ ഭാഷ ഇത്? ഒരു 7ാം ക്ലാസ്സുകാരന് സംഭവിച്ച ചെറിയ അബദ്ധമായി അവഗണിച്ച് കളയാമായിരുന്ന തെറ്റിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയത് അന്നത്തെ ഹെഡ് മാഷായിരുന്ന പൊതുവാൾ മാഷിന്റെ ഒറ്റ വാശിയായിരുന്നു. എന്നാൽ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു പറക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീ സത്യനാരായണനെ പൂനന്തുരത്തിന്റെ ആദരം നൽകുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്റെ ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തേ. ഇവന്റെ പേര് ശാന്തൻ. എന്നെ ഇവിടെ ഇങ്ങനെ ആദരിക്കാനുള്ള നിലയിലെത്തിച്ചത് ഇയാളുടെ കൈകളാണ്. മറക്കില്ല ഞാൻ ഇയാളെ. ഒരു 10 രൂപീസ് ഷെയർ ഇടാൻ തരുമോ? ഇല്ലില്ല. ഗോപിമാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ 1000 ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തിയത്. പൊതുവാൾ മാഷ് സമ്മാനിച്ച കണ്ണീരാണ് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടിയതെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പെൻഷനായപ്പോ ഇവിടുന്ന് താമസം മാറിപ്പോയ പൊതുവാൾ മാഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, നമ്മളുടെയൊക്കെ പൊതുവാൾ മാഷ് അല്ല, എന്റെ പൊതുവാൾ മാഷ് ഇവിടെ വന്നിരുന്നെങ്കിലെന്ന്. ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം എന്ന് പേരിട്ടത്? പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാല്ലേ? കഷ്ടം. പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. എവിടെ നാടാണ് എം പി എടുത്തത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഈ യൂണിവേഴ്സിറ്റി കോളേജ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ? അത് മഹാരാജാസ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. ഈ ഞാൻ ഉദ്ദേശിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ, അതാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MBA പരീക്ഷയിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടി അല്ലേ? 1ാം റാങ്ക് മാറി ഇപ്പൊ 2ാം റാങ്ക് ആയത്.
ഇതല്ല, ഇത് വി ഫോർ വിക്ടറി. അപ്പൊ ഇതാരാ? ഇതാരാ? ഗാന്ധി യൂണിവേഴ്സിറ്റി MBA 1ാം റാങ്ക് കെ കൃഷ്ണകുമാറിനാ. ആണാ? ചിലപ്പോ 2 റാങ്ക് ഉണ്ടാവും. പൊട്ടിക്കും. നട്ടാൽ മുളക്കാൻ സൈസ് നുണയാൻ പറയുന്നത്. ഈ തുരുത്തിലേക്കുള്ള മുഴുവൻ പത്രത്തിന്റെയും ഒരു പേജ് സ്വന്തം ഫോട്ടോയും വാർത്തയും വെച്ച് ഇവൻ തന്നെ അച്ചടിപ്പിച്ചതാ. ഇവനൊരു MBA പരീക്ഷയെങ്കിലും എഴുതിയും തെളിയിച്ച ഞാൻ തല മൊട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതപ്പുറത്ത് കിടക്കും. ഉന്നം തെറ്റി. എന്താല്ലേ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാല് മുറിഞ്ഞ് നാട് വിട്ട എന്നെ ഒരു MBA-കാരനായിട്ട് മരിക്കുന്നതിന് മുമ്പ് കാണണം എന്നുള്ള അച്ഛന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നുണയുടെ മാലപ്പടക്കത്തിന് തീ പിടിക്കുമ്പോ 1ഓ 2ഓ ഒക്കെ പൊട്ടാതെ ചീറ്റി പോയേക്കാം. പക്ഷെ അതിലെ വെടിമരുന്നുണ്ട്. എന്താണാവോ? എന്താ ഇവിടെ ഇത്ര ആളുകള്? നിന്നെ കൊല്ലാൻ. ഇത്രയും പേരും എന്നെ കൊല്ലാൻ? ഒരുപാട് നേരം കുളിച്ചെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കും. കാക്കക്കുളി എനിക്ക് പതിവില്ല. അല്ല, എന്താ ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടം? ഇന്ന് ഞങ്ങളുടെ ചെറിയ മാമ മരിച്ച ദിവസാ. എപ്പോ മരിച്ചു? 30 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതാ. ആരെ കൊന്നേ? അയൽ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ വീരഭദ്രൻ. ശത്രുവിനെ കൊന്ന് മരിച്ച ധീരനാ ഞങ്ങളുടെ ചെറിയ മാമൻ. ഈ ദിവസം ഇവിടെ വലിയ പൂജയും ബലികർമ്മങ്ങളും ഒക്കെ നടക്കും. ചെറിയ മാമൻ ആത്മശാന്തി കിട്ടണമെങ്കിൽ ശത്രുവിന്റെ ജീവിച്ചിരിക്കുന്ന മകൻ കൊല്ലപ്പെടണം എന്നാ പ്രശ്നവിധി. അയ്യോ, എന്തേ? അല്ല, അയ്യോ ഭയങ്കര അല്ലേ? അതെ അതെ. ചെന്ന് ചെറിയമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വാ. അതിന് ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലല്ലോ. ഉടനെ അംഗം ആകുമല്ലോ. ഇപ്പൊ ഒരംഗത്തെ പോലെ ആണല്ലോ. കൃഷ്ണ പ്രാർത്ഥന. കൃഷ്ണയൊക്കെ പ്രാർത്ഥിച്ചു. രാമചല്ല. അത് എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കോറസായിട്ട് പോയി പ്രാർത്ഥിച്ചാലോ? ചെല്ല് രാമോ. ഞാൻ എന്ത് പ്രാർത്ഥിക്കാനാ? കോറസേ. രാമു, കുറച്ച് പൂവും തുളസി എടുത്ത് തൊഴുത് നമസ്കരിച്ചോളൂ. ഇനി മരിച്ച ആളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്ദ്രസിംഹനെ കൊന്ന വീരഭദ്രന്റെ മകൻ എവിടെയോ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും ആത്മശാന്തി കിട്ടില്ല. അതിനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമോ ആവോ. ഇനി അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല. ഇനി എല്ലാവരും കണ്ണടച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പൂജ നടക്കട്ടെ. അമ്മായി, കൃഷ്ണമോള്, മോളെ, എന്റെ കുട്ടി മോളൊക്കെ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ അല്ലേ സോമേട്ടാ? ഇല്ലല്ലേ? സാരമില്ല കേട്ടോ.
നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറ്. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ ഞാൻ എന്നെ പോലെ സുന്ദരിയാക്കി തരും. അല്ല സമയത്ത് മോളെ രാജീവ് എവിടെ? ആ നിൽക്കുന്ന ആളാണോ രാജീവ്? ഇങ്ങോട്ട് വാടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവര് ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന്. ശരിയാക്കി തരാം. അവന്റെ ഒരു ഒളിച്ചു കളി. ഇങ്ങനെ ഒളിച്ചും പാത്തും ഉള്ള പിന്നാലെ നടക്കാതെ കെട്ടിക്കൂടെ നിനക്ക് ഇവിടെ? അല്ലേ മോളെ? ഞാൻ എപ്പോഴേ റെഡിയാ അമ്മാവ. ഈ രാജീവ് സമ്മതിക്കുന്നില്ലെന്നേ. ആഹാ, ഇനി പഠിപ്പും വേണ്ട, ഒരു കുന്തം വേണ്ട, പെട്ടെന്ന് കെട്ടിക്കോണം അവിടെ. എന്തോ എന്തോ ഇപ്പൊ വരും. അതാരാ? അളിയനാണോ? എന്നെ വിളിച്ചോ? ജയഭാരതി വാ. അവള് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ഇല്ല സോമേട്ടാ. കെട്ടുടനെ നടത്തിക്കോളാൻ. ആണോ? എന്നാ സൗകര്യം പോലെ സോമേട്ടൻ ഏട്ടനോടൊന്ന് സംസാരിക്കേ. നീ അങ്ങോട്ട് മാറിയിരുന്നേ. നീ അവിടെ തന്നെ ഇരിക്കേ. അമ്മാവൻ അങ്ങോട്ട് മാറിയിരുന്നേ. എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാണ്ട്. നീ അങ്ങോട്ട് മാറിയിരുന്നേ. ഒരു പ്രാവശ്യം പറഞ്ഞ അമ്മാവന് മനസ്സിലാവില്ലേ? ഇല്ല. പിന്നിലെങ്ങാൻ പോയിരിക്കും. ഇപ്പ മനസ്സിലായി. ജയഭാരതി എന്താ സോമേട്ടാ? ആരടി അവൻ? എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് പുറകെ പോയിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നേക്കാ വലിയവനാണ് അവന്മാരെ നടുവിൽ പിടിച്ചിരിക്കുന്ന അവൻ. എടാ മോനെ, ആരടാ അവൻ? ആര്? ജുബയും ഷർട്ടുമല്ലാത്ത വേഷം ധരിച്ചവൻ, ആ മീശയില്ലാത്തവൻ. അതോ? അത് രാമു, നമ്മുടെ കൃഷ്ണയുടെ സുഹൃത്ത്. ഇനി പഞ്ചലോകം എടുത്തോളൂ. ഞാൻ എടുത്തിട്ട് വരാം. കൃഷ്ണ പഞ്ചലോകം എടുത്തോണ്ട് എല്ലാം പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം. ഞാനും വരാം. പഞ്ചലോകം എന്റെ ബെഡ്റൂമിലാ. ഓ അതിനെന്താ, ഞാനും വരാം. ഓ ഓ സോറി. ജയഭാരതി. സോമേട്ടാ ഇതേ കണ്ടോ എത്ര സ്നേഹത്തോടെ അവന്മാരെ അവനെ കൊണ്ടു കിടക്കുന്നതെന്ന്. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? അപ്പൊ സദ്യയുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അത് രുദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിണ്ടച്ചോറ് ആരെടുക്ക? ഞാൻ ഉണ്ണാം. അല്ല ഞാൻ എടുക്കാം. ഇതാ രാമോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ കക്കയും കാണാനില്ലല്ലോ. അവസാനം ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരുമോ? ആദ്യമായിട്ടാവന് വെച്ച പിണ്ടച്ചോറ് കാക്ക കൊത്തിയത്. മരിച്ചാളുടെ ആത്മാവിന് ശാന്തി കിട്ടി. മരിച്ച ആൾക്ക് ആത്മശാന്തി കിട്ടി. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് മനഃശാന്തി കിട്ടണമെങ്കിൽ നീ ഈ ഭൂലോകത്തിലെ ഇല്ലാതാകും. അയ്യോ, ഇതിന്റെയൊക്കെ നന്ദി ഉണ്ടാവണേ. ഈ കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യത ഉള്ള സ്ഥലമാണോ? ഭാഗ്യത്തിനാരും കണ്ടില്ല. എടാ ആൻ്റപ്പാ, ഞാനടാ തണ്ടി. ഇതിന്റെ ഗേറ്റ് കടച്ചല്ലോ. അവരൊക്കെ എവിടെയാടാ? അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടണ. അല്ലാണ്ട് എന്റെ മീറ്റിംഗ് ഇത്ര വിട്ടെന്ന് കഴിഞ്ഞാ. ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ടൈം ബെസ്റ്റ് ടൈം ആണെന്ന്.
നീ ആ മൂക്കിലിടാത്ത മറ്റേ വരലല്ലേ അതൊന്ന് കാണിച്ചേ. അയ്യോ അത് അണ്ണ ഞാനതേ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ, നിന്റെ ആ രാശുള്ള വരല് ഇതല്ലേ. ഒരാശം ഇട്ടായിരുന്നു. അടിക്കണ്ട, ക്ലോസ് ചെയ്തു. ആന്റണി ഈ കേസ് ഒന്ന് നോക്കിക്കേ. കുഴപ്പമില്ലടാ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സ്കൂട്ടറിന് എവിടെടാ സീറ്റ് ബെൽറ്റ്? പിന്നെന്താ ചേട്ടാ നമ്മൾ കള്ളുടിച്ചിട്ടില്ലേ? ഊതിപ്പിക്കൂടാ. അണ്ണൊരു കാര്യം ചെയ്യ്, അണ്ണൻ മുമ്പിൽ ആക്ട് ചെയ്താൽ മതി, ഞാൻ പുറകിൽ ഡബ് ചെയ്തോളാം. എന്ത്? അണ്ണൻ മുമ്പിൽ ഊതന പോലെ കാണിച്ചാൽ മതി, ഞാൻ പുറകിൽ സൗണ്ട് ഉണ്ടാക്കാം. സഹോദര, വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. ഊതുന്നേ. അടിപൊളി. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. ധനതാണത് പുള്ളിമാനുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കേ, മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചുപോയ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ 2 അടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോകാനായിട്ട്. സാറേ ദൈവത്ത് ഓർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ, പ്ലീസ് സാറേ. ഒരു കാര്യം ചെയ്യ്, പൊക്കോ. താങ്ക് യു സാർ.